ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഇത്താത്തൻ്റെ ഒരു കുഞ്ഞു കല്യാണ വിശേഷമാണ് കേട്ടോ. ആർഭാടങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ വെച്ച് നടത്തിയൊരു കുഞ്ഞു പരിപാടി. വീട്ടിലതിൻ്റെ കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അൽഹംദുലില്ലാ എല്ലാം റാഹത്തിലായി കഴിഞ്ഞു. പിന്നെ ആരുടെയും ഫേസൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ മെഹന്തി ഇടുന്നത്. ഫുൾ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് തന്നെ മെഹന്തി നേരത്തെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ ഒത്തിരി ടൈം മെഹന്തി ഇട്ടിരിക്കാനോ ടൈമില്ലാത്തതുകൊണ്ട് സിങ് ട്യൂബാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ മെഹന്തി ഇടൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓർഗാനിക് കോൺസ് റോൾ ചെയ്യുന്നത് പോലെ തന്നെ സെല്ലോഫാൻ ഷീറ്റ് ഉപയോഗിച്ച് റോൾ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കോൺസാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഓർഗാനിക് കോൺസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സിങ് ട്യൂബ് തന്നെ ഇതുപോലെ കോണാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ എളുപ്പത്തിൽ മെഹന്തി ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി സിങ് കോണിൽ നേരിട്ട് തന്നെ കോണിലേക്ക് നിറക്കുന്നതിന് പകരം ഒരു ബൗളിലോ ഒരു പാത്രത്തിലോ അങ്ങനെ എല്ലാ മെഹന്തിയും ഒരുമിച്ച് പൊട്ടിച്ച് വെച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം റോൾ ചെയ്യുകയാണെങ്കിലും മതി കേട്ടോ. ടൈമില്ലാത്തതുകൊണ്ട് നേരിട്ടിട്ട് കോണിലേക്ക് തന്നെ ഫില്ല് ചെയ്യാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഓർഗാനിക് കോൺസെറ്റ് എങ്ങനെ വരക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നൈസായിട്ട് തന്നെ ഡിസൈൻസൊക്കെ വരക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോയും കൂടെ ഇവിടെ ആഡ് ചെയ്തത്. ഇപ്പോൾ സിങ് മെഹന്തി നല്ല സ്റ്റൈൻ വരുന്നതുകൊണ്ട് തന്നെ മെഹന്തി ഇട്ടൊരു 2 മണിക്കൂറൊക്കെ കയ്യിൽ വെച്ചാൽ മതിയാവും കേട്ടോ. അതിനുശേഷം മൈലാഞ്ചിയൊക്കെ അടർത്തി എടുത്തിട്ട് അപ്പോൾ തന്നെ വെള്ളം തട്ടിക്കാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്റ്റെയിൻ കിട്ടുന്നുണ്ട് കേട്ടോ. വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്കും സിങ് കോൺ ഇതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഡിസൈൻസൊക്കെ വരച്ചെടുക്കാൻ ഹെൽപ്ഫുള്ളാവും കേട്ടോ. ഇനി മെഹന്തി വരച്ച് പഠിക്കാൻ ഓർഗാനിക് കോൺസ് തന്നെ വേണമെന്നോ അല്ലെങ്കിൽ പ്രാക്ടീസ് കോൺ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന കോൺ ഏതാണോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ 5 സിങ് ഉപയോഗിച്ചിട്ട് 6 കോണാണ് ഉണ്ടാക്കിയെടുത്തത്. കോൺസൊക്കെ സെറ്റാക്കി കൊടുത്ത ശേഷം 2 കസിൻസ് 2 കയ്യിലായിട്ട് മെഹന്തി ഇട്ട് കൊടുക്കാനിരുന്നു കേട്ടോ. മെഹന്തി ഇടുന്നതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും കയ്യിലില്ല കേട്ടോ. ഈ നേരം ഞാനും കുഞ്ഞുമക്കൾക്കൊക്കെ മെഹന്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിരുന്നു. അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസും മാത്രമേ കയ്യിലുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു ചാനലുള്ള കാര്യമോ അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്ന കാര്യമോ ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ ആരും വീഡിയോസ് എടുക്കാൻ ഏൽപ്പിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇനി വീഡിയോ കാണുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ അറിയുക ചാനലുള്ള കാര്യം. ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് 5-6 ദിവസമായിട്ടോ. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് കൊടുക്കാനൊക്കെ ഇത്തിരി ലേറ്റായിട്ടോ. അങ്ങനെ ബ്രൈഡിൻ്റെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞ് ആ നേരം കുഞ്ഞു മക്കൾക്ക് മെഹന്തി ഇട്ടതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് ഇട്ട് കൊടുത്ത വീഡിയോസൊന്നും കയ്യിലില്ല കേട്ടോ. ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കസിന് വന്ന നേരത്ത് ഇതൊന്ന് പിടിക്കുക പറഞ്ഞിട്ട് കിട്ടിയ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. ഉച്ച മുതൽ മക്കളൊക്കെ മെഹന്തി ഇടാൻ റെഡി ആയിട്ട് പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ. ആ നേരത്ത് എല്ലാവരുടെയും നഖത്തിലൊക്കെ ബ്ലാക്ക് തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ഫ്രീ ആയ ടൈമിൽ ആദ്യം തന്നെ മക്കളെ വിളിച്ചിട്ട് എല്ലാവർക്കും മെഹന്തി ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ വരക്കുന്നത് അനിയത്തിയുടെ കയ്യിലാണ് കേട്ടോ. ആൾക്ക് മെഹന്തി ഇടുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇടുന്നതിനേക്കാളും കൈ നിറച്ചിടുന്നതാണ് കേട്ടോ ഇഷ്ടം. സമയം 1 മണിയൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഡിസൈൻ വരച്ച് തരാമെന്നും പറഞ്ഞ് അങ്ങനെ ചെറുതിലൊതുക്കി. അതിന് ശേഷം ഒരു കസിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആൾക്ക് 2 കൈയിലും ഒരേ ഡിസൈൻ തന്നെ വരക്കാനാണ് കേട്ടോ ഇഷ്ടം. അവസാനം തെരഞ്ഞു പിടിച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ തന്നെ വരച്ചെടുത്ത്. അങ്ങനെ ആളുടെ ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ ആളുടെ എത്താത്ത മെഹന്തി ഇട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന നേരം എൻ്റെ കാലിൽ ഞാൻ നൈസായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടോ. ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും
കസിൻ ഫ്രീ ആയപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് തന്നെ വരക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു സിമ്പിൾ ഡിസൈൻ ആളെ കൊണ്ട് വരപ്പിച്ചു. അങ്ങനെ അടുത്ത കൈയിൻ്റെ ബാക്ക് സൈഡിലും അടുത്ത കസിനെ കൊണ്ട് ഒരു കുഞ്ഞ് ഡിസൈൻ വരപ്പിച്ചു കേട്ടോ. ഒരു സിമ്പിൾ ഡിസൈൻ. സാധാരണ വീട്ടിലെ കല്യാണങ്ങൾക്കൊന്നും മെഹന്തി ഇടാറില്ല, അതുപോലെ തന്നെ ഇടാൻ ടൈം കിട്ടാറില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഇടുമ്പോൾ ഒരാഗ്രഹം ഉണ്ടാണ്. അങ്ങനെ 2 കൈയിലും മെഹന്തി ഇട്ട് വരുമ്പോഴേക്കും സമയം 3 മണിയായിട്ടോ. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടും എൻ്റെ കയ്യിൽ എൻ്റെ ഒരു ഡിസൈനിലായിരുന്ന മോശമല്ലേ. അങ്ങനെ കൈൻ്റെ ഉൾഭാഗത്തായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനും ഇരുന്നു. അങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ പ്രതീക്ഷിച്ചിട്ട് മെഹന്തി ഇട്ട് തുടങ്ങിയപ്പോൾ നൈസായിട്ട് കൈ ഫുള്ളായിട്ട് അങ്ങ് ഡിസൈൻ വരച്ചെടുക്കും. ഡിസൈനൊക്കെ വരച്ച് കഴിയുമ്പോൾ സമയം പുലർച്ചെ 4:20 അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു കുടുംബജീവിതം നൽകാൻ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ വീണ്ടും വരാം.